അപ്പോൾ 100 പേരിൽ 99 പേരെ നമ്മൾ വിളിച്ച് ചോദിച്ചാലും അവർക്ക് പറയും ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ലോ BP അല്ലെ ഹൈ BP എന്ന് പറയും. അപ്പോൾ എൻ്റെ അറിവില്ല, ഞാനിങ്ങനെ ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ അറിഞ്ഞില്ലേ, ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഇപ്പോൾ ചേട്ടത്തിയുടെ അനിയത്തിയുടെ മക്കളല്ലേ, ഇപ്പോൾ ആങ്ങളെയും പെങ്ങളും പോലെ എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു പ്രത്യേക മരുന്നുണ്ടെന്ന് ഞാൻ എപ്പോഴും ഞാൻ പറയും, എനിക്ക് ഷുഗർ കൂടുതലാണ്, ഷുഗർ നോർമൽ ആകുന്നില്ല, ഞാൻ പല മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ ഷുഗർ കുറച്ച് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അതിനൊക്കെ പെട്ടെന്ന് ഷുഗർ ഹൈ ആയിട്ട് നിൽക്കുന്ന 500, 400 ഒക്കെ ഉള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മരുന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു വൈദ്യർ എനിക്ക് പറഞ്ഞു തന്നു. ഇത് കുറച്ച് പേർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഉലുവയാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. ഉലുവ നമ്മൾ ഇതുപോലെ ഒരു പാലെടുപ്പ് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് നമ്മളിങ്ങനെ ഉലുവ വറുത്തെടുക്കുക. ഒത്തിരി കരിഞ്ഞു പോകല്ലേ. അതായത് നമ്മൾ മീൻ കറിക്ക്, മോര് കറിക്ക് ഒക്കെ ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ ഉലുവ വറുത്ത് വെക്കുക. ഇങ്ങനെ നല്ലതായിട്ടൊന്ന് മൊരിയുന്നിടം വരെ, പൊട്ടുന്നിടം വരെ, അതായത് കരിഞ്ഞു പോകില്ല. അപ്പോൾ ഞാനിതൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ മരുന്നുകൾ പറയുമ്പം അനുഭവം ഉള്ളവർ പറഞ്ഞു തരുമ്പോൾ നമ്മളതങ്ങ് അനുസരിക്കണം. അത് അങ്ങനല്ല, അത് ഇങ്ങനെ എന്ന് പറയില്ലേ. അപ്പോൾ ഒരു ചെറിയ നമുക്ക് വലിയ കാശ് മുടക്കൊന്നും ഇല്ലാത്ത കാര്യമല്ലേ ഇത്. 500, 600 ഒക്കെ ഷുഗർ ഉള്ളവർ ഇത് കഴിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട് നല്ല കുറവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനും അത് കുടിച്ചു നോക്കിയപ്പോൾ എനിക്കും കുറവുണ്ട്. അപ്പോൾ നിങ്ങളിത് കഴിക്കുവാണെങ്കിൽ ഷുഗർ അങ്ങോട്ട് തുടങ്ങിയവർ പോയി ഇത് കഴിക്കരുത്. ഷുഗർ ഹൈ ആയി 500, 400, 350 വരെയൊക്കെ നിൽക്കുന്നവർ അത് ഉലുവ ആവുന്നില്ലെന്ന് പറയുന്ന അങ്ങനെ സംശയമുള്ളവർ ഈ ഉലുവ ഇങ്ങനെ വറുത്ത് പൊടിച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു 7 ദിവസം കഴിച്ചാൽ മതി. 7 ദിവസം അതിരാവിലെ കഴിച്ചാൽ മതി. 7 ദിവസം കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഷുഗർ നോക്ക്, ലോ ആയിരിക്കും. കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് സംശയമുണ്ട്, ഒന്ന് നോക്കി വെച്ചു 7 ദിവസം കുടിച്ചു. അപ്പോൾ അത് ഒന്ന് ഞാൻ പൊടിച്ചുകൊണ്ട് വരട്ടെ. വറുത്തിട്ട് ഇത്രയും ശരിയായി കണ്ടോ, ഇത്രയും വറുത്താൽ മതി, ഒത്തിരി കരിഞ്ഞു പോകല്ലേ. ഇനി ഞാനത് പൊടിച്ചുകൊണ്ട് ഇപ്പം ഞാൻ ആ ഉലുവ പൊടിച്ചെടുത്തേ. നമ്മൾ മോര് കറിക്കൊക്കെ ചേർക്കുന്നു, മീൻ കറിക്കൊക്കെ ചേർക്കാൻ പൊടിച്ച് വെക്കത്തില്ല, അതുപോലെ പൊടിച്ച് വെക്കുന്നു. അതുപോലെ പൊടിച്ച് വെച്ചത് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ നമ്മൾ അത് രാവിലെ കടുങ്കാപ്പിയോ ചായയോ ഒക്കെ കുടിക്കുന്നതിന് മുമ്പ് രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളമുണ്ടല്ലോ, തിളപ്പിച്ചാർച്ച വെള്ളത്തിലേക്ക് കാണിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. തിളപ്പിച്ചാർച്ച വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് നല്ലപോലെ കലക്കുക. ഇങ്ങനെ നല്ലപോലെ ഒന്ന് കലക്കിയിട്ട് ഒരു സെക്കൻഡോടെ വെക്കുക. പിന്നെ ഇതിന് അടിയിലെ മട്ട് കുടിക്കണമെന്ന് നിർബന്ധമില്ല, കലക്കി കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഈ വെള്ളം രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഒരു 7 ദിവസം കുടിക്കുക. ഒരു ചുവയോ ഒന്നുമില്ല, കയ്പോ ഒന്നും നമുക്ക് തോന്നുന്നില്ല, നല്ലൊരു രുചിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെ 7 ദിവസം കുടിക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ കുടിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ 1 ഗ്ലാസ് മോരെടുക്കുക, ലൈറ്റായിട്ട് മോരെടുക്കുക. മോരിനകത്തോട്ട് ഇതുപോലെ ഉലുവാപ്പൊടി കലക്കുക, 7 ദിവസം രാവിലെ കുടിക്കുക. അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് ഷുഗർ നോക്കിയേ, കറക്റ്റായിട്ട് ഷുഗർ കുറഞ്ഞിരിക്കും. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിസ്സാരമായിട്ട് തള്ളരുത്, തമാശ പറയല്ലേ, കമൻറ്റ് ഇടണം, അതെനിക്കിഷ്ടമാണ്. നിങ്ങൾ അഭിപ്രായം പറയണം, അതും എനിക്കിഷ്ടമാണ്. പക്ഷെ കള്ളം പറയത്തില്ല. ഒരു വീഡിയോയ്ക്കായിട്ട് എന്തെങ്കിലും തള്ളി മറിക്കാമെന്നല്ല ഞാൻ കരുതുന്നത്, നിങ്ങൾക്ക് പ്രയോജനമാകട്ടെ എന്നോർത്താണ് പറയുന്നത്. എത്ര ഹൈ ആണെങ്കിലും ഷുഗർ നോർമലായിട്ട് വരും, കുറഞ്ഞു വരും. ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണം, അഭിപ്രായം പറയണം. ഓക്കെ, ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.